കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രഭാഷണ രംഗങ്ങളിൽ ഉണ്ടാകുന്ന ചില ദൈവശാസ്ത്ര വിരുദ്ധത അതിനെ ചർച്ച ചെയ്യുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അനുഗ്രഹീതരായ അനേക കർത്തൃദാസന്മാർ തുടർന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായിരിക്കും. നമ്മുടെ പ്രഭാഷണ മേഖലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ദൈവശാസ്ത്രത്തിൽ യോജിക്കാൻ പറ്റാത്ത അനേക പദങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ പലരും ആവർത്തിച്ച് പറയുന്ന ഒരു പ്രത്യേക പദമാണ് തേജസ് വാരിച്ചുറ്റി നമ്മുടെ ഇടയിലുണ്ടാകുന്ന. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ അത് പ്രസ്താവിച്ചത് കൊണ്ട് അതിനെ ഏറ്റുപാടുന്ന അനേക കർത്തൃദാസന്മാരെ കാണുവാൻ കഴിയുന്നു. അവരുടെ പ്രസംഗമധ്യേയും അവരിതേപോലെ തേജസ് വാരിച്ചുറ്റിയ നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിൽ എന്ന വാചകത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതിനെ ഏറ്റുപാടി അത് പല കർത്തൃദാസന്മാരും അത് അനുകരിക്കുന്നു. അതിൻ്റെ അങ്ങനെയുള്ള പദങ്ങളുടെ ദൈവശാസ്ത്രം എന്താണ്, ദൈവശാസ്ത്രത്തോടത് യോജിക്കുമോ എന്ന് നോക്കുകയാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടാഗ്രഹിക്കുന്നത്. പ്രഭാഷണ മധ്യത്തിലുണ്ടാകുന്ന വാചകങ്ങൾ ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേൾവിക്കാരെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി അനേക കാര്യങ്ങൾ അദ്ദേഹം അത് പ്രസംഗത്തിൽ ചേർക്കാറുണ്ട്. പക്ഷേ വിഷയത്തിലേക്ക് ജനശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ ദൈവശാസ്ത്രത്തിന് മാറ്റം വരുത്താൻ പാടില്ല, ദൈവശാസ്ത്രം മാറാൻ പാടില്ല. ഒരു പ്രസംഗകൻ്റെ കഴിവാണ് ശ്രോതാക്കളെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്, അത് പ്രസംഗ ചാതുര്യം തന്നെയാണ്. അവിടെ പ്രീച്ചിങ് തിയറി ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രസംഗശാസ്ത്രത്തിൻ്റെ പാഠവും എല്ലാ പ്രാസംഗികർക്കും ഉണ്ട്, എന്നാൽ ഇല്ലാത്തവരും ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇവിടെ തേജസ് വാരിച്ചുറ്റിയ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് തേജസ് വാരിച്ചുറ്റേണ്ട ഒരാളാണോ? അങ്ങനെ ഒരു പദം കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ തേജസ്സിൻ്റെ പ്രഭയാണ് കർത്താവെന്ന് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനും കുറവ് വരുന്നില്ല, വേറെ എങ്ങും പോയി പ്രഭ കൊണ്ടുവരേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ കർത്താവ് തന്നെ പ്രഭയാണ്, തേജസ്സിൻ്റെ പ്രഭയാണ്. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് കണ്ടു. അപ്പോൾ ഏകജാതനായ കർത്താവ് തേജസ് ഉള്ളവനാണ്, അവനിൽ തേജസ്സുണ്ട്. അവന് വാരിച്ചുറ്റേണ്ട ആവശ്യമില്ല, തേജസ് എങ്ങൊന്നും കടമെടുക്കേണ്ട ആവശ്യമില്ല. അവൻ തേജസ് ഉള്ളവനാണ്, അവൻ തേജോമയനാണ്, അവനിൽ തേജസ്സുണ്ട്. മൂന്നാമത് കൊരിന്ത്യർ ലേഖനം രണ്ടാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പം കർത്താവിൻ്റെ തേജസ്സാണ്, ആ തേജസ്സിനോടാണ് നമ്മൾ രൂപാന്തരപ്പെടാൻ പോകുന്നത്. അനേക വാക്യങ്ങൾ ഇങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് എടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു, ധാരാളം വാക്യങ്ങൾ. ആ വാക്യങ്ങളൊക്കെ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന് തേജസ് വാരിച്ചുറ്റേണ്ട ആവശ്യമില്ല. കർത്താവ് തേജോമയനാണ്, അവൻ തേജസ്സിൽ വസിക്കുന്നവനാണ്. തേജസ്സിൽ വസിക്കുന്ന തേജോമയനായ തേജസ്സിൻ്റെ പ്രഭയായിരിക്കുന്ന
ആ പ്രഭയ്ക്ക് ഒരിക്കലും തേജസ് വാരി ചുറ്റേണ്ട ആവശ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ദൈവശാസ്ത്രപരമായി തെറ്റിപ്പോകുന്നോ എന്ന്, യോജിക്കാതെ പോകുന്നോ എന്ന ഒരു സന്ദേഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേൾവിക്കാരായി നിങ്ങൾക്കതിനെക്കുറിച്ച് കമൻ്റ് ഇടാം. ദൈവശാസ്ത്രം ഒരിക്കലും തെറ്റാൻ പാടില്ല. പലരും ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. ഇന്നായിരുന്നു ദൈവശാസ്ത്ര പ്രസംഗം, തിയോളജിയാണ് പ്രസംഗിച്ചത്. തിയോളജി അല്ലേ പ്രസംഗിക്കേണ്ടത്, ദൈവശാസ്ത്രമല്ലേ പ്രസംഗിക്കേണ്ടത്. വേദപുസ്തകത്തിൻ്റെ ഓരോ വാക്കുകളും ദൈവശാസ്ത്രമല്ലേ ഉള്ളത്. അതിനെ വിചിന്തനം ചെയ്യുന്നതല്ലേ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട. ദൈവശാസ്ത്രം തന്നെയാണ് പ്രസംഗിക്കുന്നത്, ദൈവശാസ്ത്രം തന്നെയാണ് പ്രസംഗിക്കേണ്ടത്, ദൈവശാസ്ത്രമാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഒരഭിപ്രായം കൂടെ ഇവിടെ രേഖപ്പെടുത്തുക. ആ ചിന്ത ഇതാണ്: യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം ഒരിക്കൽ മാത്രം ശുദ്ധീകരിച്ചാൽ മതിയോ? അതോ ദൈനംദിന ജീവിതത്തിൽ പാപത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ ജീവിക്കുന്ന നമുക്ക്, ഈ പാപലോകത്തിലൂടെ ജീവിക്കുന്ന നമുക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ പാപങ്ങൾ പറ്റുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടും കഴുകൽ പ്രാപിക്കാൻ പറ്റുമോ? അതോ ദൈവവചനത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ? 2-3 ചിന്തകൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുണ്ട്. ചിലർ പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു അഭിപ്രായം പറയുന്നത് യേശുവിൻ്റെ രക്തം ഏത് സമയത്തും ആ രക്തത്തിൽ ആശ്രയിച്ച് രക്തശുദ്ധീകരണം പ്രാപിക്കാമെന്ന്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. ഈ ചിന്തകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. ചർച്ചകൾ അടുത്ത ദിവസങ്ങൾ പുരോഗമിക്കുന്നതായിരിക്കും. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ദൈവത്തിൻ്റെ നാമം നമ്മുടെ ഇടയിൽ ഉയരുവാനിടയായി തീരട്ടെ. അനേക പ്രതിസന്ധികളിലൂടെ അടുത്ത നാളുകളിൽ കേരളവും ഇന്ത്യയുമൊക്കെ പോകുവാൻ സാധ്യതയുണ്ടെന്നാണ് പല നിരീക്ഷകന്മാരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അതിൻ്റെ ആരംഭങ്ങളൊക്കെ അവിടെ ഇവിടെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ ദൈവശാസ്ത്രത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ഏകോദര സഹോദരങ്ങളെപ്പോലെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒന്നായി നിൽക്കുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി നമുക്കൊന്നായി ഐക്യതയോടെ മുന്നേറാം. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കരുത്തും ബലവും നൽകട്ടെ. അതിനുവേണ്ടി എല്ലാ കൃപകളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റുകൾ ഇടുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഗോഡ് ബ്ലസ് യു.